ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്നിപ്പോൾ രാവിലെ ഉപ്മാവാണ് കേട്ടോ. അന്നേരം രാവിലെ നമുക്ക് ചില ദിവസങ്ങളിൽ ഇവിടെ ഉപ്മാവായിരിക്കും. ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അങ്ങോട്ട് ഉണ്ടാക്കുന്ന ചായക്ക് കടിയുണ്ട്. അതായത് ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട്, ചോറ് തിളച്ചിട്ടുണ്ട്. നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴമൂടലൊക്കെ ഉണ്ട്, വെയിലില്ല. കുറേ കഴിഞ്ഞിട്ടാട്ടോ കുറച്ചൊന്ന് വെയിൽ പോലെ വന്നത്, പിന്നെയും അങ്ങനെ തന്നെ അങ്ങ് പോയി. മാവിന് വെള്ളമൊക്കെ ഉള്ളിയും ഇതൊക്കെ വാട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കാൻ. തിളച്ചിട്ട് എന്നിട്ട് കുഞ്ഞാപ്പൂന് അവിടെ നിന്ന് ഒരു തുമ്പീനെ കിട്ടി കേട്ടോ. അതിനെ പിടിച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. രാവിലെ തന്നെ ഉറങ്ങി എണീറ്റ് വന്നിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപ്മാവൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ മീനുണ്ടായിരുന്നു കുറച്ച് കറി വെക്കാൻ. അന്നേരം അത് മത്തിയാണ് കേട്ടോ. അത് കുറച്ച് പുളിമുളക് ഇട്ടു, കുറച്ച് വറുത്തും ചെയ്തു. ഇവിടെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചക്കരക്കുള്ള പരിപാടിയാണല്ലോ ഈ ഞണ്ട് പിടുത്തം എന്ന് പറയുന്നത്. കുഞ്ഞാപ്പൂടെ ചന്ദനത്തിരിയും കൊണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഇടുമ്പോൾ അതാണ് പറയുന്നത്, ഞാൻ ആക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ചക്കര അവിടെ ഞണ്ട് പിടിക്കുന്നുണ്ട്. ഞാൻ ആ നേരം കൊണ്ട് ഒരു 2 ചക്കയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. 2 ചക്ക കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അടുക്കളയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ മുകളിൽ കുത്തിയിരിക്കുക. അതിൻ്റെ മുകളിൽ കുത്തിയിരുന്നാൽ പിന്നെ വേറെ പണികളൊന്നും കുറേ നേരത്തേക്ക് നടക്കില്ലല്ലോ. കുഞ്ഞാപ്പൂ ഉറങ്ങുമ്പോൾ വേണം ആ പണിയെടുക്കാൻ. മീനൊക്കെ വറുത്ത് വെച്ചതിന് മീൻ പുളിയും മുളകാണ് ഇട്ടത്. ഇനി ഇന്നലത്തെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട്. അന്നേരം മീൻ പുളിയും മുളകും കൂടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ചക്കക്ക് മീൻ പുളിയും മുളക് ഇട്ടത് എടുക്കാമെന്ന് വെച്ചിട്ടോ. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പോയി ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആശാ വർക്കർ, നേഴ്സ് സിസ്റ്റം വന്നിട്ടുണ്ടായി. അന്നേരം അവിടെ പോയി ഒന്ന് പ്രഷറും ഷുഗറൊക്കെ ഒന്ന് നോക്കി. അതൊന്നും നമുക്കില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ല. ഇട്ടുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യൊക്കെ നോർമലാണ്. അന്നേരം അതൊക്കെ നോക്കി വന്നു. അതിന് ശേഷം കേട്ടോ മീൻ മുറിച്ചതും മീൻ മുറിച്ചിട്ടാട്ടോ പോയത്. അതിന് ശേഷമാണ് മീൻ കറി വെക്കലും പൊരിക്കലൊക്കെ ചെയ്തത്. അന്നേരം ആ മീൻ വറുത്ത ചട്ടിയിൽ ലേശം ചോറിട്ടിട്ട് കുഞ്ഞാപ്പൂന് കൊടുക്കാൻ വെച്ചിട്ടാട്ടോ. എന്നാൽ ലേശം കൂടുതലിട്ടു. ഇവൾ ഇത്രയും തിന്നൂല കേട്ടോ. ഇത് 4 ഭാഗം പോലെ പെണ്ണ് തിന്നൂല. അപ്പോൾ തീരെയും തിന്നൂല. എന്താ അറിയില്ല, കുട്ടിക്കിപ്പോൾ വിശപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുതരണം. വിശപ്പ് വരാനുള്ള എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ. ഞാൻ പലതും നോക്കി, ഈ പെണ്ണിന് വിശക്കുന്നില്ല. ഒരു സാധനം തിന്നുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോലും അവൾ തിന്നുന്നില്ല. എന്താ അറിയില്ല, ഇങ്ങനെ ആയാലും എന്താ ചെയ്യാൻ എനിക്കല്ല. ഓരോ ദിവസവും എല്ലാവരും വെയിറ്റ് കുറഞ്ഞ് വരികയാണ് കേട്ടോ. അന്നേരം ചോറൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ മൂപ്പിച്ചെടുത്തത്. അന്നേരം അതും കൂട്ടിയിട്ട് ലേശം ചോറ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് 2-3 വായേ കഴിക്കും, അതിൽ കൂടുതൽ കഴിക്കില്ല കേട്ടോ. അങ്ങനെ എന്താ ചെയ്യുക, സൂക്കേട് വിട്ട് മാറില്ല, പ്രതിരോധശേഷി ഉണ്ടാവില്ല. അന്നേരം ബാക്കി ഞാനാണ് കേട്ടോ തിന്നത്, അവൾ തിന്നിട്ടില്ല. അതും ഒരു മീൻ വറുത്തതും കൂടിയാണ് എടുത്തുകൊണ്ട് പോയത് എവിടെ. അതിന് ശേഷം ഞാൻ ഉപ്പേരി ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങ് കണ്ടോ, വേറെ ഒന്നും കിട്ടിയില്ല ഉപ്പേരിക്ക്. അന്നേരം ഞാൻ എന്താക്കി ലേശം ഉപ്പേരി ഉരുളക്കിഴങ്ങ് ഒക്കെ വയ്ക്കുന്നത്. നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഈ കൊടുത്താൽ തിന്നുമോയെന്നറിയില്ല കേട്ടോ. ഇഷ്ടമുള്ളതൊന്നും ഇപ്പോൾ വേണ്ട അവൾക്ക്. അന്നേരം ഉരുളക്കിഴങ്ങിന് എണ്ണയൊക്കെ ഒഴിച്ചു. കടുക് നോക്കുമ്പോൾ വിചാരിച്ച കടുകിന് വേണ്ടി കടുക് കൊണ്ടുവന്നിട്ടില്ല. ഉള്ള കടുകിൻ്റെ അകത്തേക്ക് എൻ്റെ ചക്കരയാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ കടുകിൻ്റെ പാട്ടയെ കൊണ്ടുപോയി ചെറിയ ജീരകം ഇട്ട് വെച്ച് 2 കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അതിന് എടുത്തില്ല. അതിൽ ഉരുളക്കിഴങ്ങ് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. അതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങും പച്ചമുളകും ഉള്ളിയും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കില്ല, ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഉരുളക്കിഴങ്ങിന് നല്ല ജലാംശം ഇറങ്ങി വരലുണ്ട്. അന്നേരം പിന്നെ ഞാൻ അങ്ങനെ വെള്ളം ഒഴിക്കലില്ല കേട്ടോ. ചിലപ്പോഴേ ഒഴിക്കലുള്ളൂ. ചില ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനൊരു പാടുണ്ടാവും, ചില ഉരുളക്കിഴങ്ങ് വേഗം കേട്ടോ. അതിന് മൂടി വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഇടൂല കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കുമ്പോൾ ഇത് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് വേവിക്കലാണ് കേട്ടോ. അന്നേരം അതങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളെ ചക്കര ഞണ്ട് പിടുത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഷാനിപ്പോൾ ഉച്ചവരെയാണ് പണി, ഇവിടെ തന്നെയാണ് പണിക്ക് പോകുന്നത്. അന്നേരം ഉച്ചയാകുമ്പോൾ വരും. അന്നേരത്തേക്ക് വേഗം ചോറും കറിയൊക്കെ ആക്കണം കേട്ടോ. അല്ലെങ്കിൽ 12-1 മണിയാകുമ്പോഴത്തേക്ക് വരും. അന്നേരം അതിൽ വെന്ത് കഴിയുമ്പോൾ ഞാൻ ലേശം തേങ്ങ ചിരകിയതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫാക്കി കേട്ടോ. പിന്നെ ഇത് ഞാൻ ചക്ക പുഴുങ്ങാനുള്ളത് നേരത്തെ അങ്ങോട്ട് ചതച്ച് വെക്കുകയാണ്. കുഞ്ഞാപ്പ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിക്സി ഓണാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചക്കര ഞണ്ടിനെയും കൊണ്ട് വന്നേ. അവൾ പിടിച്ച ഞണ്ടിൻ്റെ ഇറുക്കയും കാലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൽ നിന്ന് കണ്ടോ മുളച്ച് വരുന്ന ഞണ്ടിന് കൈയും കാലൊക്കെ പൊട്ടിപ്പോയാലും മുളച്ച് വരും എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അത് അതിൻ്റെ അകത്തുനിന്ന് മുളച്ച് വരുന്ന കണ്ടോ. അതിൻ്റെ ഇറുക്കും മുളച്ച് വരുന്നുണ്ട്, അതിൻ്റെ കാലും മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ദൈവം കൊടുക്കുന്ന ഓരോരോ കഴിവുകളെ. ഇതിന് ജീവിക്കണമെങ്കിൽ ഇതിൻ്റെ കാലും വേണം, ഭക്ഷണം എടുക്കണമെങ്കിൽ അതിൻ്റെ ഇറുക്കും വേണ്ടേ. അതെന്ന് പറഞ്ഞ പോലെ അതിനത് മുളച്ച് വരിക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഷാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അന്നേരം ആദ്യമായിട്ട് കാണുന്നത്. ഒരു 3-4 ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവരുടേതായ രീതിയിൽ അവർ തന്നെ കറി വെച്ചു, അവർ തന്നെ കഴിച്ചു. അവർ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതന്നെ പണി. മീൻ മേടിച്ചാൽ, മത്തി മേടിച്ചാൽ അപ്പം ഞണ്ട് പിടുത്തം. മഴ പെയ്തതുകൊണ്ട് പുഴയിൽ അത്യാവശ്യം ചില സമയങ്ങളിൽ ഞണ്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ചക്കരയാണ് ഇതിൻ്റെ മെയിൻ ആൾ.
അവളങ്ങനെ പോയി പിടിച്ച് കൊണ്ടുവരും. അവൾക്ക് അച്ഛൻ്റെ അതേ സ്വഭാവം വന്നതുകൊണ്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞാപ്പൂനെയൊക്കെ ചോറൊക്കെ ഉണ്ട്, കുഞ്ഞാപ്പൂനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കി. അവർ 2 കറി വെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ചക്കയൊക്കെ മുറിച്ചു നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ 2 കറിയൊക്കെ വെച്ച് വന്നത് കേട്ടോ. പിന്നെ ചക്ക നന്നാക്കുന്നത് വീഡിയോ പിടിക്കാൻ വീഡിയോ വെക്കുന്ന സാധനം എടുത്തിട്ടില്ല. അന്നേരം ഫോൺ വെക്കുന്ന സംഭവം എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം ഇത് ഞാൻ അവിടെ പാത്രത്തിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. ഞാൻ ഈ ചെത്തിയിടുന്ന ഭാഗമില്ലേ, 2 ഭാഗം, ഈ 2 ഭാഗമാണ് ഞങ്ങൾ പുഴുങ്ങാനെടുക്കുക കേട്ടോ. അത് സെപ്പറേറ്റ് ആക്കി വെക്കും. ഈ 2 ഭാഗം ചെത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടും. ഇത് പൊളിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടും. ഇതും താഴെ ചാക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ. അങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ചക്കര ഇതിൻ്റെ ചകിണിയൊക്കെ പൊളിച്ച് തരും. ചകിണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ള സംഭവമില്ല, അത് പൊളിച്ച് തരും. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പൊന്നൂസ് ഇങ്ങനെ ഇട്ട് തരും. ഞാൻ അരിയും. ഇതിപ്പോൾ പൊന്നൂസ് അരിയാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അന്നേരം ഇത് അച്ഛൻ്റെ കത്തിയാണ് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് കത്തി കണ്ടപ്പോൾ തന്നെ പേടിയായി. പൊന്നൂസിന് ഈ കത്തി കൊണ്ട് പൊന്നൂസ് പോയി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഷാണിൻ്റെ കത്തി എടുത്താൽ ഷാണിൻ്റെ ചീത്തറ കേട്ടോ. അതിലിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ ചീത്തറയും. അന്നേരം ഞാൻ പറഞ്ഞ അമ്മമ്മേൻ്റെ അടുത്ത് കത്തി വാങ്ങിക്കാൻ വന്നിട്ട് അവൾ അമ്മമ്മേൻ്റെ അടുത്ത് പോയി കത്തി വാങ്ങിയിട്ടുണ്ട്. അന്നേരം ആ കത്തിയും കൊണ്ടാണ് കേട്ടോ ഇത് മുറിക്കുന്ന. കത്തി കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര മൂർച്ചയാണ്. അതിൻ്റെ കൊമ്പും കൊതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്, കൂർമ്പനെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ പേടിച്ചാണ് ചക്ക നന്നാക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല മൂർച്ചയുണ്ട് കത്തിക്ക്. അച്ഛൻ്റെ കത്തിയാണ്, അതുകൊണ്ട് നല്ല മൂർച്ച ഉണ്ടാവും എപ്പോഴും. ഷാൻ്റെ കത്തി നല്ല മൂർച്ച ഉണ്ടാവും. എൻ്റെ കത്തിക്ക് കുറച്ച് മൂർച്ചയാക്കി തന്നെയാണ് ചേച്ചൻ മൂർച്ചയാക്കി കൊടുത്തതാണ്. കണ്ടോ പൊന്നൂസ് ഇങ്ങനെ കട്ടിങ് ഇതിൽ വെച്ചിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. നമ്മളെ കുഞ്ഞാപ്പ് നേരത്തേക്ക് എണീറ്റ് വന്നു. ചക്ക പരിപാടിയൊക്കെ തീരുന്നതിന് മുന്നേ കുഞ്ഞാപ്പ് എണീറ്റ് വന്നു അവളതായ രീതിയിൽ ഇതുണ്ട് ചക്ക മുറിക്കുന്നുണ്ട് കേട്ടോ. അത് അവളെ കത്തിയാണ്, അതിന് മൂർച്ചയൊന്നും ഇല്ല. അന്നേരം ചില സമയം മുറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ചീത്ത പറയും മൂർച്ചയാക്കി കൊടുക്കാൻ. അത് നമ്മൾ വെറുതെ മൂർച്ചയാക്കുമ്പോൾ നിലത്തിട്ട് 2 ഒരയൊക്കെ ഉരച്ച് കട്ടലൊക്കെ ഇട്ട് ഉരച്ച് കൊടുക്കും കേട്ടോ. ചില സമയം അവൾ ഇരുന്ന് എങ്ങനെയെങ്കിലൊക്കെ മുറിച്ചെടുക്കും. അത് ഏകദേശം ചക്കയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുഞ്ഞാപ്പ് എണീറ്റത്. പിന്നെ നമ്മളെല്ലാം മുറിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ. പിന്നെ ചക്ക ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പുഴുങ്ങിയായിരുന്നു കേട്ടോ. ചക്ക പുഴുങ്ങി അച്ഛനുള്ളത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ലേശം എടുക്കുക കേട്ടോ. അച്ഛന് ചക്ക പുഴുങ്ങിയത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അമ്മ കഴിക്കില്ല, അച്ഛൻ മാത്രമേ കഴിക്കുള്ളൂ. അമ്മ ചില സമയമൊക്കെ ലേശം കഴിച്ചാലേ ഉള്ളൂ. അന്നേരം അച്ഛനുള്ള കൊണ്ടു കൊടുക്കുക. കൂഴച്ചക്കയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെന്തിട്ട്, ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വെന്തിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ കൊഴുകൊഴാന്നിരിക്കണം. അവരിങ്ങനെ തോണ്ടി കറി ഒഴിച്ച് തോണ്ടിയിരിക്കണം വിഴുങ്ങുന്ന പരുവത്തിൽ, അങ്ങനെയാണ് ഇഷ്ടം. അന്നേരം അച്ഛനുള്ള കൊണ്ടു കൊടുത്തു. പിന്നെ ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി, മക്കൾ കുളിച്ചു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാനിരുന്നത്. അന്നേരം നമ്മൾ ഇനി ചക്ക വറക്കണം കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഇടുന്ന ചക്ക വറുത്തുകൊണ്ട് കേട്ടോ ആ വീഡിയോക്ക് വോയിസ് ഇടുന്നത്. ഞാൻ ഇത് ചക്ക കുഞ്ഞാച്ചൂന് കൊടുത്ത പാത്രത്തിൽ ഞാനും കഴിക്കുകയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ?